നമുക്കൊരു സേമിയ കേസരി ഉണ്ടാക്കാം. അതിനായിട്ട് നെയ്യ്, പഞ്ചസാര, കറുത്ത എള്ള്, പാൽപ്പൊടി, പിന്നെ എല്ലാവരുടെ വീട്ടിലുള്ള പാൽ, പിന്നെ റോസ്റ്റഡ് സേമിയ. നിങ്ങളുടെ റോസ്റ്റഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് നെയ്യ് വീത്തി കൊടുക്കാം. പിന്നെ നെയ്യ് ചൂടായതിനു ശേഷം കുറച്ച് റോസ്റ്റഡ് സേമിയ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണേ, അടി പിടിക്കാൻ പാടില്ല. പിന്നെ കുറച്ച് പാല് വീത്തി കൊടുക്കാം. പാലും സേമിയയൊക്കെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അനുസരിച്ച് എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് പാൽപ്പൊടി ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബാക്കി വന്ന നെയ്യ് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഞാൻ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നന്നായിട്ട് ഇളക്കണം. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ വീട്ടിലെ പൂച്ച സുഖിച്ച് കിടന്നുറങ്ങുന്നു. പിന്നെ ഞാൻ കുറച്ച് ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് എള്ളിട്ട് കൊടുത്തിട്ടുണ്ടേ. അതും ഓപ്ഷണലാണ്. ഞാൻ നട്ട്സ് ഇടാമെന്നാണ് വിചാരിച്ച് നോക്കിയപ്പോൾ നട്ട്സ് ഇല്ലായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അടി പിടിക്കും. നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി വീഴ്ത്തി. ഒന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കും എള്ള്. നിങ്ങൾ ഈ എള്ളിന് പകരം നട്ട്സ് എടുത്താൽ മതി കേട്ടോ. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കാണാൻ അധികം ലുക്കൊന്നും ഇല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.